എല്ലാവർക്കും നമസ്കാരം. ആഴ്ചയുടെ ആദ്യം തന്നെ ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഒരു ചെറിയ നെഗറ്റീവിലാണെങ്കിലും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നല്ലൊരു ഫാളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയൊരു ഫാളിലേക്ക് വീണു പോകുമായിരുന്ന മാർക്കറ്റിനെ HDFC ബാങ്ക്, ICICI ബാങ്ക് എന്നീ ഷെയറുകളാണ് ഒരുവിധം മുകളിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. നമ്മുടെ രാജ്യത്തെ പണപ്പെരുപ്പ നിരക്കുകൾ പുറത്തു വരാനിരിക്കെ ഇൻഡെക്സുകൾ കനത്ത നഷ്ടത്തോടെയായിരുന്നു ഇന്ന് ട്രേഡിംഗ് ആരംഭിച്ചത്. ആട്ടോ IT സെക്ടറുകളിലായിരുന്നു ലോസ് കൂടുതലും സംഭവിച്ചത്. നമ്മുടെ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് FII'സിൻ്റെ ഒരു കൂട്ട സെല്ലിംഗ് തന്നെയാണ്. തിരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടി ഉണ്ടായേക്കാമെന്ന റിപ്പോർട്ടുകൾ FPI വിൽപ്പനയ്ക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ചൈനീസ് സമ്പദ്ഘടനയുടെ സമീപകാല മുന്നേറ്റം വിദേശ നിക്ഷേപകരുടെ ഇന്ത്യയിൽ നിന്നുള്ള കൂട്ടപാലായത്തിനും ഒരു കാരണമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച 2118 കോടി രൂപയുടെ ഷെയറുകളാണ് അവർ വിറ്റൊഴിച്ചത്. DIAs ആകട്ടെ 2710 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്തു. 28 ട്രേഡിംഗ് ഡേയ്സിൽ 22ലും FIIs ഒരു സെല്ലിംഗ് മൂഡിൽ തന്നെയായിരുന്നു. നമുക്ക് നാളേക്കുള്ള ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് നോക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ലിങ്കുണ്ട്. ജനറൽ ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് ഉള്ളത്. ഇന്നൊക്കെ ജനറൽ ഗ്രൂപ്പിലുള്ളവർക്ക് പൊങ്കാലയാണ്. ഒരുപാട് കോൾസ് കൊടുത്തു, എല്ലാം നല്ല പ്രോഫിറ്റിലായിരുന്നു. ഓക്കെ, 22,119 നിഫ്റ്റിയുടെ സ്പോട്ട് റേറ്റ്. നാളെ 22,182 ആയിരിക്കും ഫസ്റ്റ് റെസിസ്റ്റൻസായി ആക്ട് ചെയ്യുക എന്ന് പ്രതീക്ഷിക്കുകയാണ്. 22,304 സെക്കൻഡും അവിടെ നിന്ന് മേലെ പോവുകയാണെങ്കിൽ 22,370 തേർഡുമായിരിക്കും. ഇനി സപ്പോർട്ട് 21,934 ഫസ്റ്റും 21,825 സെക്കൻഡും 21,710 തേർഡുമായിരിക്കും. ബാങ്ക് നിഫ്റ്റി 47,784 85 സ്പോട്ട് റേറ്റ്. 47,835 ആയിരിക്കും ഫസ്റ്റ് റെസിസ്റ്റൻസ്. 48,025 സെക്കൻഡും 48,255 തേർഡുമായിരിക്കും. 47,615 ഫസ്റ്റ് സപ്പോർട്ടായിരിക്കും. 47,320 സെക്കൻഡും 46,995 തേർഡ് സപ്പോർട്ടുമായി ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നാളേക്കുള്ള 2 ഇൻട്രാഡേ സ്റ്റോക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തേത് ഭാരതി എയർടെല്ലാണ്. ഭാരതി എയർടെല്ലിൽ ഒരു സെല്ലിംഗ് എൻട്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1281 നമുക്കൊരു സെൽ എൻട്രി പോസിബിളാണ്. 1288 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1273, 1262 എന്നിങ്ങനെ ടാർഗറ്റുകൾ വയ്ക്കാവുന്നതാണ്. 1255 വരെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതായിരുന്നാലും ടാർഗറ്റ് നിങ്ങൾ കറക്റ്റായി കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസും മെയിൻ്റെനൻസ് ചെയ്യുക. രണ്ടാമത്തേത് ഹാവൽസ് ആണ്. ഹാവൽസിൽ നമുക്കൊരു ബൈ എൻട്രിയാണ് കാണാൻ കഴിയുന്നത്. 1715 നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. 1706 സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. 1724, 1730 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബിൽ പവർ വർദ്ധിപ്പിച്ച് നിങ്ങളുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യുക. മൈൻഡ് സെറ്റ് കറക്റ്റാക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.